പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇന്ന് നടക്കുന്ന സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് പുതിയ ടൈറ്റിൽ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ജെഡ് കാർഗിൽ, ബിയാങ്ക ബെലേർ തുടങ്ങിയവരുടെ ടീം കാൻഡിസ് ലെറെ, ഇൻഡി ഹാർവെൽ തുടങ്ങിയവരുടെ ടീമിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബിയാങ്ക ബെലേറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നയ ജാക്സ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഫൈനൽ മത്സരത്തിൽ ലൈറ വാൽക്കീരിയായിരിക്കും നയ ജാക്സ് നേരിടുക എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് AJ സ്റ്റൈൽസിനെ സംബന്ധിച്ചുള്ളതാണ്. ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡിന് ഇടയിൽ AJ സ്റ്റൈൽസും സ്മാക്ഡൗണിന്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. നിക് ഓൾഡിസിനോട് AJ സ്റ്റൈൽസ് ചോദിക്കുന്നത് കോഡി റോഡ്സിന്റെ കൈവശമുള്ള അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം തനിക്ക് നൽകണം എന്നുള്ളതാണ്. താൻ വളരെ ക്ലോസ് ആയിട്ടാണ് പരാജയപ്പെട്ടത് എന്നും ഒരു അവസരം കൂടി തനിക്ക് തരികയാണെങ്കിൽ താൻ ടൈറ്റിൽ വിജയിക്കാം എന്നുള്ള ഒരു ഉറപ്പും നിക് ഓൾഡിസിന് AJ സ്റ്റൈൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിക് ഓൾഡിസ് കൊടുക്കുന്ന ഒരു മറുപടി ഒരു വ്യക്തിപരമായിട്ടാണെങ്കിൽ AJ സ്റ്റൈൽസിന് എപ്പോഴും ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം താൻ തന്നേനെ. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഇനി AJ സ്റ്റൈൽസിന് ഒരു അവസരം തനിക്ക് തരാൻ സാധിക്കില്ല. AJ സ്റ്റൈൽസിന് തന്നിട്ടുള്ള അവസരത്തിൽ AJ വിജയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു AJ സ്റ്റൈൽസ് മുന്നോട്ട് വെച്ച ആ ഒരു കാര്യത്തിന് റിജക്റ്റ് ചെയ്യുന്നതാണ് നിക് ഓൾഡിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ AJ സ്റ്റൈൽസ് അതിൽ വിഷമിച്ച് പിന്നീട് ബാക്ക് സ്റ്റൈലിൽ നിന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനിടയിൽ AJ സ്റ്റൈൽസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് ഇനി അധികം സമയം ഇല്ല എന്നുള്ളത്. അതായത് AJ സ്റ്റൈൽസിന് പ്രായമായി വരികയാണ്, AJ സ്റ്റൈൽസ് വിരമിക്കുന്നതിൻ്റെ സൂചനയാണോ അവിടെ നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു രീതിയിലാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും AJ സ്റ്റൈൽസ് നിക് ഓൾഡിസിനെ ആക്രമിച്ചുകൊണ്ടും ഒരു ബിഗ് മാച്ച് സെറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. രണ്ട് പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്നെങ്കിൽ AJ സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ നിക് ഓൾഡിസിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹീൽ പേഴ്സണ ഒന്നും കൂടി വർദ്ധിപ്പിക്കും. മറ്റൊരു പോയിന്റ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സും റാൻഡി ഓർട്ടണും ഫേസ് ടു ഫേസ് വരുന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് അവർ കാണിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഡയലോഗുകളൊന്നും നമുക്കിതിൽ കാണാൻ സാധിച്ചില്ല. രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് പോകുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ റാൻഡി ഓർട്ടൺ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുറച്ച് സെക്കൻഡുകൾ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചു. അപ്പോൾ റാൻഡി ഓർട്ടന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വേണം എന്നുള്ളതാണ് ആ ഒരു നോട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ റാൻഡി ഓർട്ടൻ ഇപ്പോൾ ഇതാ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിലേക്കും യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൻ ഈ ഒരു കിങ് ഓഫ് ദ റിംഗ് വിജയിക്കുകയാണെങ്കിൽ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാനും സാധിക്കും. ആ ഒരു ഗ്യാരണ്ടീഡ് ടൈറ്റിൽ ഷോട്ട് സമ്മർ സ്ലാമിൽ ട്രിപ്പിൾ എച്ച് തന്നെ കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചു വരുന്ന റെസ്ലറിനും ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകളും വർദ്ധിക്കുന്നു. ഈ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് അതിനുള്ള ഒരു വിത്ത് പാകിയിടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അവസാനത്തെ പോയിന്റ് ബ്ലഡ് ലൈൻ ഫാക്ഷനിലേക്ക് പുതിയ മെമ്പർ വരുന്നതിൻ്റെ സൂചനയാണോ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ അവർ നൽകിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ പോൾ ഹേമൻ, സോളോ സിക്കോവയ്ക്ക്, ടോങ്ക ലോവ തുടങ്ങിയവർ എത്രത്തോളം അപകടകാരിയായിട്ടുള്ള റെസ്ലറാണ് എന്നാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതെല്ലാം സോളോയ്ക്ക് അറിയാമെന്നും സോളോ മറുപടി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ടോങ്ക കയറി വരുന്നു. ടോങ്ക വന്നിട്ട് പോൾ ഹേമനോട് പറയുന്നത് താൻ ഈ ഒരു കിങ് ഓഫ് ദ റിംഗ് വിജയിച്ച് ഈ കിങ്ങുമായിട്ട് ബ്ലഡ് ലൈൻ ഫാക്ഷനിലേക്ക് തിരികെ വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് കിങ് എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഒരു മെമ്പർ ബ്ലഡ് ലൈനിലേക്ക് തിരികെ വരുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ലൈനിലേക്ക് ഉടനെ വരുന്നു എന്നുള്ളതും അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്ലഡ് ലൈനിലേക്ക് പുതിയ ഫാക്ഷൻ വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി സെമി ഫൈനൽ മത്സരത്തിൽ ടോങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റാൻഡി ഓർട്ടൺ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ഗന്ധറും റാൻഡി ഓർട്ടണും തമ്മിലായിരിക്കും കിങ് ഓഫ് ദ റിംഗിൻ്റെ ഫൈനൽ മത്സരം നടക്കുക. ആ റാൻഡി ഓർട്ടൻ്റെ വിജയത്തിന് ശേഷം സോളോ സിക്കോവയെ അങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കെവിൻ ഓവൻസ് തിരികെ വന്ന് സോളോ സിക്കോവയെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടന് ഇപ്പോൾ കെവിൻ ഓവൻസിൻ്റെ ഒരു ബാക്കപ്പ് ബ്ലഡ് ലൈനെതിരെ പോരാടാൻ വേണ്ടി ലഭിക്കുന്നുണ്ട്. എന്നാൽ റാൻഡി ഓർട്ടൺ കിങ് ഓഫ് ദ റിംഗ് വിജയിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. കാരണം റാൻഡി ഓർട്ടൻ്റെ കാലിന് യഥാർത്ഥത്തിൽ ഒരു ഇഞ്ചുറി ഉള്ള പോലെയാണ് ഒരു സ്റ്റോറി ലൈനിൽ കാണിച്ചിട്ടുള്ളത്. ഗന്ധറാണെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ള ഭാഗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആക്രമണം നടത്തുക. അതിലുപരി ബ്ലഡ് ലൈൻ ഇപ്പോൾ റാൻഡി ഓർട്ടനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ഒരു പുതിയൊരു മെമ്പർ കൂടി വരുമ്പോൾ അവിടേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ റാൻഡി ഓർട്ടൻ ആ ഒരു ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടാൻ സാധ്യതകൾ വർദ്ധിക്കുന്നതാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. എന്തായാലും ഇന്ന് രാത്രി 10:00 കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നത്. അത് കണ്ടു തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.